ഹലോ ഫ്രണ്ട്സ്, എനിക്കാണ് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളില്ലേ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഒരു 11 മണിയായപ്പോൾ യു കെയിലെത്തി. നേരെ അതേപടി കിടന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലത്തെ സമയത്താട്ടോ എഴുന്നേക്കണം. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 6:45 ഉള്ളൂ. 5 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നാട്ടിലെ സമയത്തിന്. ഇന്ന് പിന്നെ പെരയ്ക്കകം മൊത്തം സാധനങ്ങളെല്ലാം നിവർന്ന് കിടക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് അടുക്കി പറക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ എൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥ ഇതുപോലെയാട്ടോ. അവി രാവിലെ എഴുന്നേറ്റ് വിശക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി മേടിച്ചൊരു ബർഗറൊക്കെ കഴിച്ചിട്ടിരിക്കും കേട്ടോ. വേറെ ഒന്നുമില്ല ഇവിടെ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെളിയിൽ പോകണം. ഇവിടെ കടകളൊക്കെ തുടക്കണമെങ്കിൽ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവും കേട്ടോ. കിച്ചണിലേക്ക് കയറിയിട്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്നേന്ന് തൊട്ട് പണി തുടങ്ങണം. അപ്പം നമുക്കിന്ന് ആ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പണി പിടിച്ച ഒരു പരിപാടിയാണ് ഈ സോർട്ടിങ് എന്ന് പറയുന്നത്. സോർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മൊത്തത്തിൽ ഒന്ന് അടുക്കി പറക്കി ഒന്ന് നേരത്തെയുള്ള വീടിൻ്റെ കോലമാക്കി എടുക്കാൻ വേണം. ഒരു 1.5 ആഴ്ച ഏകദേശം എടുക്കും കേട്ടോ. കാരണം മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കുമായിരിക്കും. അതുപോലെ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ്, ഇവിടെ ഇട്ടിട്ട് പോയ ഡ്രസ്സ് എല്ലാം എടുത്തൊന്ന് സോർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, വിൻ്റർ ഡ്രസ്സ്, സമ്മർ ഡ്രസ്സ്, അതുപോലെ നമ്മുടെ എത്നിക് ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് ഇന്ത്യൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിനെയും ഓരോ രീതിയിൽ വേണം സോർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ സോർട്ട് ചെയ്ത് വെക്കുന്ന എപ്പോഴും ഈ പെട്ടിക്കകത്തൊക്കെ തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ച കുറേ ഡ്രസ്സുകളൊക്കെ ഇവിടെ വെളിയിൽ കിടപ്പുണ്ട്. അതെല്ലാം തരം തിരിച്ച് വേണം നമുക്ക് എടുത്തു വെക്കാൻ. ഇല്ലെങ്കിൽ പിന്നീട് എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ, ഏത് പെട്ടിക്കകത്ത് ഏതാ വെച്ചതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടിട്ടും വേണം എടുത്തു വെക്കാൻ വേണ്ടി. അതിനു മുമ്പ് ആദ്യം നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ ഫുഡ് ഐറ്റംസും ക്ലോത്തിങ് ഐറ്റംസും ഒന്ന് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നീടുള്ള അടുക്കിപ്പറക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ താണ്ടെ ഞാൻ അടുക്കി പറക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അജയ് ചേട്ടൻ വന്നു. അജയ് ചേട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനും പിന്നെ അതുപോലെ എനിക്ക് കുറേ ഹെൽപ്പിനും കാര്യങ്ങൾക്കൊക്കെ അജയ് ചേട്ടൻ കൂടിയിട്ടോ. ഡ്രസ്സൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാനും, അവയുടെ ഡ്രസ്സുകളാണേലും എൻ്റെ ഡ്രസ്സുകളാണേലും പിന്നെ എന്താ പറയുക വേറെ കുറച്ച് പെട്ടികളും കൂടി ഉണ്ടായിരുന്നു. ആ പെട്ടികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് തുണിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പയ്യെ ഫുഡ് ഐറ്റംസിലേക്ക് കിടന്നു കേട്ടോ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് അരിപ്പൊടി, ചമ്മന്തിപ്പൊടികൾ, കുറച്ച് പച്ചക്കറികൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇവിടെ കിട്ടാത്ത കുറേ കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതലും കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് പൊടികളൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഒരുപാട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒത്തിരി ഒന്നും പൊടികൾ കൊണ്ടുവരാറില്ല. കൂടുതൽ വെജിറ്റബിൾസ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊണ്ടുവരാൻ നോക്കുന്നത്. പിന്നെ ഈ പാത്രത്തിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഉണക്കമീനും നമ്മുടെ കാന്താരി മുളകും പിന്നെ ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഉണക്കമീൻ നമുക്കറിയാലോ, ഉണക്കമീൻ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കുമെന്ന്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവയ്ക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സ്മെല്ല് ഇപ്പോൾ ആദ്യമായിട്ട് പുള്ളി കേൾക്കുന്ന ഇങ്ങനെ സ്മെല്ല് വരുന്ന കാരണം പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട്, നിങ്ങളിപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ അശ്വൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മൾ ഡ്രസ്സിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ ഡ്രസ്സ് മൊത്തത്തിൽ ഈ സ്മെല്ലായതിനെ. ഏതായാലും നല്ല കാര്യം ഞാൻ അതിൻ്റെ അകത്ത് അടച്ചു വെച്ച് കൊണ്ടുവന്നത്. അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കുറച്ച് എന്താ പറയുക വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുക ഒന്ന് ആവിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. വീട്ടിലെ പണികളൊക്കെ ഏകദേശം ഒതുക്കിയിട്ട് ഞങ്ങളിത് ഇപ്പം സാധനം മേടിക്കാൻ പോകണം. അതുപോലെ തന്നെ എന്താ പറയുക ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വരണം കേട്ടോ. ഉച്ചക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ഉണ്ടാക്കണം. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നാളെ മുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി സാധനം മേടിച്ച് ഫുഡും കഴിച്ചിട്ട് വരട്ടെ. ആദ്യം തന്നെ നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ടോ പോയത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കടകളൊക്കെ തുറക്കാൻ ഇനിയും സമയമെടുക്കും. അതുകൊണ്ട് സാധനം മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പോകുന്നതിന് മുമ്പ് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതാട്ടോ. ഞങ്ങൾ പോകുന്നത് നോട്ട് കട്ട്സിലേക്കാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കുറേ നാളെ ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരം കിട്ടി ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കുറേ നാളായില്ലേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം.
നാട്ടിൽ പോയതിന് ശേഷം അവി പിസ്സ തിന്നിട്ടില്ല കേട്ടോ. അവയുടെ ഫേവറേറ്റ് ഫുഡാണ് പിസ്സ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവി വന്നപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിസ്സ വേണമെന്ന്. ഇവിടെ ഏതായാലും രാവിലെ പിസ്സയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അവയും കൂടെ ഒരെണ്ണം ഷെയർ ചെയ്യും, അജേഷനും ഒരെണ്ണം കുടിക്കും കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തി. അവയ്ക്ക് ബ്രെഡ് ടോസ്റ്റും അതുപോലെ തന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗും ആയിരുന്നു പറഞ്ഞത്. പിന്നെ ഒരു ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ അകത്ത് മറ്റേ ഉപ്പും കുരുമുളക് പൊടിയും അങ്ങനെ ഒരു സാധനം അവർ ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്താണ്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നാട്ടിൽ പോയിട്ട് വന്ന കാരണം നമുക്ക് നാട്ടിലത്തെ സമയത്ത് വിശക്കും ഒക്കെ വരും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം UK ടൈം 9 മണിയായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ 3 പേർക്കും. കാരണം ഇന്നലെ രാത്രിയിൽ എങ്ങാണ്ട് ഒരു 10 മണി എങ്ങാണ്ടായപ്പം വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ പോയിട്ട് വന്ന കാരണം നമുക്കിപ്പം വിശപ്പ് വരുന്ന ഇന്ത്യൻ ടൈമിലാണ്. ഇന്ത്യയിൽ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറുണ്ട്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ കണക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ മേടിച്ചൊരു പിസ്സയുടെ ബാക്കി ഇരുന്നാണ് അവർ രാവിലെ എഴുന്നേറ്റ് ചൂടാക്കി കഴിച്ചത്. കാരണം അത് കൊടുക്കാനും എനിക്ക് പേടിയുണ്ടായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അവന് രാവിലെ എഴുന്നേറ്റ് വിശക്കുമെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഷോപ്പൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. കൊച്ചിന് വിശക്കുമെന്ന് പറയുമ്പോൾ കൊടുക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് കൊടുത്തു, എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനതൊന്ന് കൊടുത്തു കേട്ടോ. എന്താണേലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചു ഒരു ചെടി മേടിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ചട്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ഒരു ഫ്ലവർ മേടിക്കണം, ഫ്ലവറല്ല ചെടി മേടിക്കണം. അതിന് വേണ്ടി വന്നാൽ കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ചെടി മേടിക്കാം. ഞാൻ ഇപ്പോൾ എടുത്തൊരു ചെടി ഉണ്ടല്ലോ അത് മേടിക്കാമെന്നാട്ടോ വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ നോക്കി. അപ്പം പിന്നെ ആ ചെടി തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവിടെ വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്ന ഒരു സാധനമാണ് ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനം. അങ്ങനെ തന്നെ ഞങ്ങൾ എന്താ പറയുക ചെടിയും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനി നേരെ വീട്ടിൽ പോട്ടെ കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പടികളുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തന്നെ എൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ ഈ എന്താ പറയുക മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ ഇന്ന് അജയ്ശേട്ടന് ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പോൾ അജയ്ശേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അജയ്ശേട്ടൻ പോയി കഴിയുമ്പോഴാണെങ്കിലും എനിക്ക് അവനെ മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി കേട്ടോ. നാട്ടിൽ പോണതിന് മുമ്പ് വെച്ചിട്ട് പോയ ഫ്ലവർ ആയിരുന്നു കേട്ടോ. പോണതിന് മുമ്പ് ഇതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തോ മറന്നുപോയി. അതിപ്പം ഒരു ഫംഗസ് ഒക്കെ കയറി ഉണങ്ങി വെള്ളമെല്ലാം പോയി ഒരു ഫംഗസ് കയറിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക നമ്മുടെ വേസ് നല്ല രീതിയിലൊന്ന് കഴുകണമായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടേ ഇനിയൊരു ഫ്ലവറിനെ വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വെക്കുന്ന ഫ്ലവറിലേക്ക് ഇത് പിടിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാട്ടോ. അതുകൊണ്ട് ഞാൻ വേസൊക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് കഴുകി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഈ ഫ്ലവർ വേസ് ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. ഞാനിതെല്ലാം സോർട്ട് ചെയ്യുന്ന സമയത്ത് അജേഷൻ്റെ അവിടെ ബെഡ്റൂമും അതുപോലെ തന്നെ കുറേ പൊടി പിടിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്യും. ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ആട്ടോ. രാവിലെ എഴുന്നേറ്റ് വാക്യൂം ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഡ്രസ്സും അതുപോലെ തന്നെ ബാക്കി ഫുഡ് ഐറ്റംസും ഒക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് കടയൊക്കെ ഷോപ്പൊക്കെ ഓപ്പൺ ആവുന്ന സമയമായിരുന്നു. പിന്നെ വിശപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബാക്കി പരിപാടിയൊക്കെ വന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അജയ്ശേട്ടന് ഞാൻ പറഞ്ഞല്ലോ ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പം അതിൻ്റെയും കുറച്ച് കാര്യങ്ങളും ഒക്കെ അജയ്ശേട്ടനോടെ പുറകിൽ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അജയ്ശേട്ടൻ പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പരിപാടികളൊക്കെ ചെയ്ത് തീർത്തെടുത്ത് വെക്കണം. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. കുക്കിങ് കുറേ നാളായില്ലേ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഒരുപാട് വലിയ വിഭവസമൃദ്ധമായ പരിപാടിയൊന്നുമില്ല. ഒരു ചോറും പിന്നെ ഒരു കറിയും പിന്നെ എന്തെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ തോരനോ മെഴുക്കുരുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ പരിപാടി. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ചെമ്മീൻ ചമ്മന്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ മുതൽ നല്ല എന്താ പറയുക വലിയ മെയിനായിട്ടുള്ള കുക്കിങ്ങും പരിപാടിയൊക്കെ തുടങ്ങാമെന്നാട്ടോ വിചാരിച്ചത്. നല്ല ട്രാവലിങ്ങിനൊരു എന്താ പറയുക ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് മെയിൻ ഐറ്റം. ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഈ നമ്മൾ ഫ്ലവർ എല്ലാം വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സൂര്യപ്രകാശം കിട്ടുന്നതിന് കുറച്ച് മാറ്റിയായിരുന്നു കേട്ടോ. ഒരു ഷാഡോ ഉള്ളൊരു ഇടത്തേക്കായിരുന്നു. ഇല്ലെങ്കിലും വരുമ്പോഴത്തേക്കും ഇതെല്ലാം കരിഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു മാസത്തോളം നമ്മളിനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. പിന്നെ എന്താ പറയുക അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് മാറ്റിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേശപ്പുറം എല്ലാം ക്ലീൻ ചെയ്യണം. ഈ ഫ്ലവർ വേസ് വെച്ചതിൻ്റെ സൈഡ്
മൊത്തം പൊടിയും മണ്ണും ഒക്കെ പിടിച്ച് കിടക്കും കേട്ടോ. ഈ വീട്ടിൽ മൊത്തം ജലം നമ്മൾ അടച്ചു പൂട്ടിയിട്ടിട്ടാണ് പോയിട്ടുണ്ടെന്ന്. പിന്നെ എനിക്കറിയാൻ പാടില്ല എവിടുന്നാ ഇതിന് മാത്രം പൊടി വന്നതെന്ന്. പക്ഷേ വീട് നിറയെ പൊടിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ വാടി നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സോട്ട് ചെയ്ത് ഇതിന് കുറച്ച് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതിന് ഇരുന്നേടുത്ത് തന്നെ കൊണ്ടുവെക്കാം കേട്ടോ. പിന്നെ ഞാൻ വന്ന വഴിക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ കിടക്കാൻ ത്രാണിയില്ലാതെയാണ് വന്നെങ്കിലും കുറച്ച് ഇതുങ്ങൾക്കും ഫുഡ് കൊടുക്കണമല്ലോ. ഇതുങ്ങളും കുറേ ദിവസമായല്ലോ എന്താ പറയുക വിശന്ന് ഇരിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റില്ലേ. അതുകൊണ്ട് ഞാൻ വന്ന വഴിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെല്ലാം ഒന്ന് നോക്കി എടുത്ത് വെക്കണം കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ പൊക്കം വെച്ചിട്ടുണ്ടായിരുന്നു. സൂര്യപ്രകാശം കിട്ടാതെ വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു പനിക്കൂർക്കയിലേക്ക് അങ്ങ് ഭയങ്കര വലിയ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഇല ഭയങ്കര കുറവും പക്ഷേ ഇതിൻ്റെ തണ്ട് ഭയങ്കരമായിട്ട് നീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലായിരുന്നപ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇതൊക്കെ കരിഞ്ഞു പോവോ എന്നുകൊണ്ടുള്ളത്. പക്ഷെ ഒന്നും കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നന്നായിട്ട് നീട്ടം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തോ എല്ലാം സർവൈവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ നീട്ടം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോകുമ്പോൾ ഇത്രയും നീട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഞാൻ വെള്ളമൊന്നും കൊടുക്കാതിരുന്നിട്ട് ഇത്രയും നീണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഇലകൾ തീരെ കുറവായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി അത് കൂടുതൽ വളർന്നതെന്ന് തോന്നുന്നു ആ ഒരു ഡയറക്ഷനിലേക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചട്ടിയാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി എന്താ പറയുക, ഇന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ചെടീനെ എടുത്തൊന്ന് സെറ്റൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. ഈ സമയമായപ്പോഴത്തേക്കും അജയ് ചേട്ടൻ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടോ. ആരും ഇല്ലെങ്കിൽ പെട്ടെന്ന് പണികൾ തീരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ ബാക്കിയുണ്ടായിരുന്ന ചെടികളെയൊക്കെ ഞാൻ ഇരുന്നെടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ മാത്രം എവിടെ വെക്കണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്നതിന് മുമ്പ് ചെറുതായിരുന്നല്ലോ, ഇപ്പം പടർന്ന് പന്തലിച്ച് വലുതായിരിക്കുന്നു. ഇവനെ വെക്കാൻ ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത ദൗത്യം. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിയും കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു. ഞാൻ ഇനി എന്താ പറയുക, അവനെ അങ്ങനെ കൂടുതൽ ഞാൻ കളിക്കാൻ പോകേണ്ട ആവശ്യമില്ല അവൻ്റെ അടുത്ത്. അവർ തമ്മിലങ്ങ് കളിച്ചങ്ങ് നടന്നോളും. എനിക്ക് ബാക്കി എൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു മാസമായല്ലോ നമ്മളിവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. കുറേ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഓഫീസിൽ നിന്നും പിന്നെ അല്ലാതെയും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് റീഡ് ചെയ്ത് എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം ഈ പരിപാടികളെല്ലാം ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും കേട്ടോ. അങ്ങനെ ഓരോന്നെടുത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ വായിക്കാനായിട്ട്. കൂടുതലും എനിക്ക് വന്ന ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കമ്പനിയിൽ നിന്ന്, കുറേ ഇൻഷുറൻസിൻ്റെ ഒക്കെ. അപ്പം അതൊക്കെ ലോഗിൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ടായിരുന്നു. ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞപ്പം നിറയെ പൊടിയായിരുന്നു കേട്ടോ അതേല്. പിന്നെ അതും എല്ലാം തുടച്ച് പിന്നെ ലോഗിനൊക്കെ ചെയ്ത് ബാക്കി പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇപ്പോഴാണെങ്കിൽ അവ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നാളെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും കുറച്ച് പരിപാടികളൊക്കെ കാണുമല്ലോ, നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. ഇനിയിപ്പോൾ എപ്പോഴാണ് സമയം കിട്ടുകയെന്ന് അറിയത്തില്ല. കിട്ടുന്ന സമയത്ത് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വെച്ചു. പിന്നെ ഓഫീസ് ലാപ്ടോപ്പ് ഒരു മാസമായാലും തുറന്നിട്ട് അതൊക്കെ ഒന്ന് തുറന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനിയെങ്ങാനിത് ഓപ്പൺ ആവുന്നില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു പ്രാവശ്യം ഇതുപോലെ പോയിട്ട് വന്നപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം എൻ്റെ ലാപ്ടോപ്പ് തുറക്കാൻ നല്ല പാടായിരുന്നു. എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ താട്ടെ ഞാൻ എൻ്റെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അന്നേരത്തേക്ക് എന്താണെങ്കിലും ലഞ്ച് കഴിക്കാൻ സമയമാവും. പിന്നെ അവയ്ക്ക് ലഞ്ച് കൊടുക്കണം, ഒന്ന് കിടത്തി ഉറക്കണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ ഞാനൊന്ന് ചെയ്ത് തീർക്കട്ടെ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചായിരുന്നു കേട്ടോ ഞങ്ങളുടേത്. അപ്പം ഞങ്ങൾ പോയി ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. അവയുടെ ഫ്രണ്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചിന് ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡായിരുന്നു. അവയും ഞാനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവയ്ക്കാണെങ്കിൽ എന്താ പറയുക, നാട്ടിൽ പോയിട്ട് വന്നതിൻ്റെ ശരിക്കും ഒരു ക്ഷീണവും ട്രാവലിൻ്റെ ടയേർഡും ഒക്കെ ഉണ്ട്. മെയിൻ പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം മാറിയതിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് അവീനെ ഉറക്കി ഞാനും നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടും അവ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അജയ് ചേട്ടൻ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് അവ എഴുന്നേൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യൻ സമയത്താണ്. വിശപ്പാണേലും ഉറക്കമാണേലും എന്താണേലും ഞാൻ പിന്നെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണമല്ലോ കിടക്കാൻ വേണ്ടി. എന്താണേലും നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭയങ്കര പാടാണല്ലോ ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ, വിശക്കുവാണേ എന്ന് പറഞ്ഞു വരും. അപ്പം എൻ്റെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളും നടക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.